ഒരു മണിക്കൂർ ഇൻ്റർനെറ്റ് ഓഫ് ചെയ്തപ്പോൾ എൻ്റെ മകൾ ഇരുന്ന് ചെയ്യുന്ന ഒരു ഉപകരണമാണ്. എന്താണെന്ന് നമുക്ക് നോക്കാം. എന്താണിത്? ഇതൊരു 3D പ്രൊജക്ടറാണ്. 3D പ്രൊജക്ടറാ? അത് എന്ന് വെച്ചാൽ നമ്മുടെ ഈ 2D ഇമേജസിനെ 3D ആക്കി കാണിക്കുന്ന ഒരു പ്രൊജക്ടറാണ്. ഓക്കെ, കംപ്ലീറ്റ് ആയോ ഇതിപ്പോൾ? ഇല്ല, കംപ്ലീറ്റ് ആകാൻ പോകുന്നതേ ഉള്ളൂ. അപ്പം ഞാൻ ഇതിൻ്റെ ഉണ്ടാക്കുന്ന രീതി പറഞ്ഞുതരാം. ഫസ്റ്റ് ഇത് കണക്കത്തെ ഒരു ബോക്സ് എടുക്കുക. എന്നിട്ട് നമ്മുടെ മൊബൈലിന്റെ ഷേപ്പ് അനുസരിച്ച്, മൊബൈലിന്റെ സ്ക്രീനിന്റെ ഷേപ്പ് അനുസരിച്ച് നമുക്ക് മുകളിലൊരു കട്ടിങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിപ്പോ മൊബൈലിനേക്കാളും കൂടുതലാണല്ലോ കട്ട് ചെയ്തിരിക്കുന്നത്. അത് പ്രശ്നമല്ല, മൊബൈലൊരു സ്റ്റാൻഡ് ആയിട്ട് അവിടെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഒരു സെലോ ടാപ്പൊക്കെ വെച്ചൊന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു ട്രയാങ്കിൾ കണക്ക് 2 വെർട്ടിക്കൽ ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇതാ ഇങ്ങനെ 2 വേണം. കാരണം നമുക്ക് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണം ഈ ഒരു ട്രാൻസ്പാരൻറ്റ് ഷീറ്റ് ആണ്. ഇതുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു പ്രൊജക്ടർ വർക്ക് ചെയ്യുള്ളൂ. അതെന്റെ ഉള്ളായിരുന്ന ഒരു ഫയലിൽ നിന്ന് ഞാൻ എടുത്തതായിരുന്നു. ഇത് നമ്മൾ 2 സ്ഥലത്ത് വരയിട്ട് കൊടുത്തില്ലേ, കട്ട് ചെയ്ത ഭാഗത്ത് നമ്മൾ ഇതേ കണക്ക് കയറ്റി വെച്ച് കൊടുക്കണം. അപ്പം ഞാൻ വെട്ടിയത് ചെറുതായതുകൊണ്ടാണ് എനിക്ക് ഇത്ര മാത്രം കിട്ടുന്നത്. നിങ്ങൾ വെട്ടുമ്പോഴേക്ക് ഇത് ഫുള്ളി കവേർഡ് ആയിരിക്കണം. എന്നിട്ട് ഇത് ഒരു മൊബൈല് നമ്മുടെ കാണിച്ചു തരാൻ പറ്റുമോ? ശരി. മൊബൈലിൻ്റെ അകത്ത് ഹോളോഗ്രാം വീഡിയോസ് ടൈപ്പ് ചെയ്യുമ്പോൾ ഇത് കണക്ക് കുറേ വീഡിയോസ് നമുക്ക് കാണാം. അതിൻ്റെ അകത്ത് നമുക്ക് ഇഷ്ടമുള്ള ഒരു ഇമേജ് എടുക്കണം. എന്നിട്ട് ലൈറ്റ് ഓഫ് ചെയ്ത് നോക്കുക. ലൈറ്റ് ഓഫ് ആകുമ്പോഴേ അതിൻ്റെ സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? നല്ല ക്ലിയർ ഉണ്ട് കേട്ടോ. നമ്മുടെ മൊബൈൽ സ്ക്രീനിനേക്കാളും വലുതാക്കി നമ്മളിതിൽ കാണാൻ പറ്റും കേട്ടോ. 3D ആയിട്ട് തന്നെ കാണാൻ പറ്റും. വളരെ രസമുണ്ട് കേട്ടോ. അപ്പോൾ ഇതും നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടിൽ ഓരോരുത്തർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്ക് ഏത് പിക്ചറും നല്ല രീതിയിൽ, അതായത് കുറേ കൂടി വലിപ്പത്തിൽ, മൊബൈൽ സ്ക്രീനിനേക്കാൾ വലിപ്പത്തിൽ കാണാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ ഓഡിയോ ഉണ്ട് കേട്ടോ. ഓഡിയോ ഇതിലൂടെ നമുക്ക് കേൾക്കാൻ പറ്റും. പക്ഷേ ഞാനത് മ്യൂട്ടാക്കിയിട്ടുണ്ട്, കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഉള്ളത് കൊണ്ടാണ്. വളരെ ക്ലാരിറ്റിയാണ് ഇത് കാണാനായിട്ട്. നല്ല തിയേറ്ററിലിരുന്ന് കാണുന്ന അതേ പ്രതീതിയിൽ, അതേ ക്ലാരിറ്റിയിൽ നമുക്കിതിൽ കാണാൻ പറ്റും.